നമുക്ക് ഇന്ന് പൊറോട്ട വീശണമെന്ന് കാണാം. ഇതിപ്പോൾ ഇങ്ങനെ പൊറോട്ടയ്ക്ക് മൈദയും ഉപ്പും മാത്രം ഇതിലിട്ടിട്ടുള്ളൂ, അതിൽ വേറെ ഒന്നും ചേർത്തിയിട്ടില്ല. നമുക്കൊന്ന് വീശണത് കാണാം. പഞ്ചസാരയോ മുട്ടയോ ഒന്നും ഞാൻ ചേർത്തില്ല, സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിയിട്ടില്ല. ഒന്നും ചേർത്താതെ പൊറോട്ട ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കാണാം. നല്ല ടൈറ്റിൽ കുഴക്കരുത്, ഒരുപാട് ടൈറ്റ് ആകാൻ പാടില്ല. ഒരളവിന് മാവ് ഇട്ട് കുഴച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ട് കുഴച്ചിട്ട് ഇതിന് തന്നെയാണ് ഞങ്ങൾ സമോസയ്ക്ക് എടുക്കുക. അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ വീശുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അത് നിങ്ങൾക്ക് അത് ശരിയായി വരും. അപ്പോൾ ഞാൻ വീശിയിട്ട് ഇതങ്ങനെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുരുകി കൊടുക്കണേ. കണ്ടില്ലേ, സോഡാപ്പൊടിൻ്റെയോ പഞ്ചസാരൻ്റെയോ പാലിൻ്റെയോ മുട്ടൻ്റെയോ ഒന്നും ആവശ്യമില്ല. എത്ര നന്നായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. പരത്തി കുറച്ച് ഒരു അരമണിക്കൂർ കുഴച്ചിട്ട് വെക്കേണ്ടി വരും. കുഴച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്ക് അപ്പം തന്നെ ബോൾ പിടിച്ച് ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് വെക്കുക. വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ എണ്ണ തേച്ച് അപ്പം തന്നെ വെക്കണേ. എന്നിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട്, അരമണിക്കൂറോ 1/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് വീശാൻ തുടങ്ങും. ഒരു അരമണിക്കൂർ വെച്ച നല്ല വീശിയ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഇതിലൊന്നും ഞാൻ ചേർത്തിയിട്ടില്ല. ഇങ്ങനെ വീശിയ വരുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ പൊറോട്ടയും നന്നാകും. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അടിയിലേക്ക് നന്നായി ഇങ്ങനെ തുരുകി കൊടുക്കണം. ഇതിങ്ങനെ വെക്കുക. വലത് കൈ ഇങ്ങനെ അടിയിലേക്ക് 4 വിരൽ പിന്നെ ഇങ്ങനെ പിടിക്കുക. സിമ്പിളാണ്, പഠിക്കും.